അതൊക്കെ സ്പീച്ചിലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. സ്പീച്ചിലും സംഭവിക്കും, ട്രെയിനിങ്ങിലും സംഭവിക്കും. അപ്പോൾ ചിലപ്പോൾ സ്പീച്ചിൽ ഇന്ററാക്ഷൻസ് ഒക്കെ വരും കേട്ടോ. സ്പീച്ചിലും ഇന്ററാക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ഇത് കൺഫ്യൂഷൻ ആകും, ഇത് സ്പീച്ച് ആണോ ട്രെയിനിങ് ആണോ എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ യൂഷ്വലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പീച്ച് 1 വേയും ഉണ്ട്, 2 വേ ഒക്കെ ചെയ്യുന്നവരുണ്ട്, ഇന്ററാക്ഷൻസ് മോഡിൽ ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഒരു പോഡിയൊക്കെ സെറ്റ് ചെയ്ത് അവിടെ തന്നെ ഇങ്ങനെ അവസാനം വരെ സംസാരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ യൂഷ്വലി സ്പീച്ച് ഒരു കോണ്ടന്റ് ഓറിയന്റഡ് ആയിരിക്കും, ടോപ്പിക് ഓറിയന്റഡ് ആയിരിക്കും. ടോപ്പിക് ഓറിയന്റഡ് ആയിട്ടായിരിക്കും, ഫോക്കസ് ഓൺ ടോപ്പിക്കിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരു സ്പീച്ചിനെ സംബന്ധിച്ചിടത്തോളം ടോപ്പിക്കിലായിരിക്കും. ബട്ട് ട്രെയിനിങ്ങിൽ ഫോക്കസ്ഡ് ഓൺ ലേണേഴ്സ്, അതല്ലെങ്കിൽ ട്രെയിനീസ് എന്നുള്ളതാണ്. ട്രെയിനീസിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ട്രെയിനീസിലാണ് നമ്മൾ ട്രെയിനിങ്ങിന് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. സ്പീച്ച് ഫോക്കസ് ഓൺ ലാർജർ ഓഡിയൻസിനോട് വരെ എന്ത് ചെയ്യാൻ പറ്റും, സ്പീച്ച് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. ട്രെയിനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ലാർജർ ഓഡിയൻസ് അല്ല, ഒരു മീഡിയം ഓഡിയൻസ്, ആ ഒരു ഗ്രൂപ്പ് ചെറുതായിരിക്കും. മറ്റേ ലാർജർ ഓഡിയൻസിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, എന്ന് വിചാരിച്ച് ലാർജർ ഓഡിയൻസിലേക്ക് ട്രെയിനിങ് പറ്റില്ല എന്നല്ല, ബട്ട് യൂഷ്വലി അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കാസ എന്നാണ് പറയുക. കാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ്, ആറ്റിറ്റ്യൂഡ്, സ്കിൽ, ആസ്പിരേഷൻ. ഇപ്പൊ ഒരു ട്രെയിനിങ് നടക്കുന്ന സമയത്ത് ഒരു ട്രെയിനിങ് എടുത്തു എന്ന് നമ്മൾ പറയുമ്പോഴും, നിങ്ങളൊരു ട്രെയിനിങ് എടുക്കാൻ വരാന്ന് പറയുമ്പോഴും, നിങ്ങളൊരു ട്രെയിനിങ് എടുത്തു എന്ന് പറയുമ്പോഴും ഈ 4 കാര്യങ്ങൾ സംഭവിച്ചിരിക്കണം. നോളജ്, ആറ്റിറ്റ്യൂഡ്, സ്കിൽ, ആസ്പിരേഷൻ. അപ്പൊ അതിൽ പർപ്പസ് ഓഫ് ട്രെയിനിങ്ങിൽ നമ്മൾ എപ്പോഴും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു കോസ് സം ഐഡന്റിഫൈഡ് ബിഹേവിയർ, ഒരു മാറ്റം അവരിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അവരുടെ പെരുമാറ്റത്തിൽ, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ചേഞ്ച് പാർട്ടിസിപ്പൻസിൽ ഉണ്ടാവണം. ആ ഒരു അച്ചീവ്മെന്റിനാണ് നമ്മൾ ഈ ഒരു 4 കാര്യങ്ങൾ പറയുന്നത്. ഈ ഒരു കാസ എന്ന് പറയുന്നത് ഇവരിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചിലേക്ക് എത്തണമെങ്കിൽ, ഒരാളിൽ ഒരു ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ 4 കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകണം. നമ്പർ 1 നോളജ്. അപ്പോ ഒരു ടീം നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം അവർക്ക് നോളജ് പ്രൊവൈഡ് ചെയ്യണം നമ്മൾ. അതായത് നമ്മുടെ ട്രെയിനിങ്ങിൽ നോളജ് ഉണ്ടാകണം. ഇപ്പൊ നോളജിന്റെ ഭാഗം, നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന ഉടനെ തന്നെ ഇവർക്ക് എല്ലാം വാരിക്കോരി കൊടുക്കുക എന്നുള്ളതല്ല. നേരത്തെ പറഞ്ഞ സ്പീച്ചിൽ ചിലപ്പോൾ നോളജ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളത് സംഭവിച്ചോളണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ ചിലപ്പോൾ ഒരു നോളജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു നോളജ് ഷെയറിങ്, ഒരു പുസ്തകം എടുക്കുന്നു, അതിലുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ അവിടെ എന്താണ് ടീച്ചിങ്, ലെക്ചറിങ്, സ്പീച്ച്, ഇതൊക്കെ സംഭവിക്കും. അപ്പൊ നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നോളജ് പാസ് ചെയ്യുക. അപ്പൊ നോളജ് പാസിംഗിൽ എന്തൊക്കെ പെടും? അവിടെ അവയർനെസ് പെടണം. അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കറന്റ് സിറ്റുവേഷൻ, സ്വന്തത്തെ കുറിച്ച് എന്താണ്, ഞാൻ ആരാണ്, അതിൽ ഞാൻ എവിടെ നിൽക്കുന്നു, എനിക്കിത് പറ്റുമോ, ഞാൻ ഇതിന് ഏബിൾ ആണോ എന്നുള്ള ഒരു അവയർനെസ് നോളജിൽ നമ്മൾ പ്രൊവൈഡ്. നോളജ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആ ടോപ്പിക്കോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രെയിനിങ്ങോ മാത്രമല്ല. അതുകൊണ്ടാണ് ഏത് ട്രെയിനിങ്ങിന്റെയും ആദ്യത്തിൽ നമ്മൾ സെൽഫ് അവയർനെസ് കൊടുക്കും. അപ്പോ അവയർനെസ് വരണം, അണ്ടർസ്റ്റാൻഡിങ് വരണം. അതേപോലെ തന്നെ അവർക്ക് എന്തൊക്കെയാണോ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് എന്താണോ ആ ടോപ്പിക്കിലേക്ക് പാക്ക് ആകുന്ന എല്ലാ വിഷയങ്ങളും നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും. നോളജ്, അതാണ് നമ്മൾ അതിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ നോളജ് എന്ന് പറയുമ്പോൾ അവിടെ കേവലം നോളജ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കോണ്ടന്റ് മാത്രമല്ല, അവർക്ക് അവയർനെസ് കൂടി, അതിൽ അവയർനെസ്സും
അവര് പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റണം. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഒരു സെയിൽസ് ട്രെയിനിങ്ങിൽ പോകുകയാണെങ്കിൽ, ഒരു സെയിൽസ് ട്രെയിനിങ്ങിന് നമ്മൾ പോകുകയാണെങ്കിൽ ഒരു ടീമിന് സെയിൽസ് ട്രെയിനിങ് കൊടുക്കണം. ഇപ്പൊ ജോജോ സാറിന്റെ അക്കാദമിയിൽ പോയിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ് അല്ലെ. അവിടുത്തെ പിന്നെ അവിടെയും സെയിൽസ് ആണല്ലോ നടക്കുന്നത് അല്ലെ സാറേ, അവിടെയും സെയിൽസ് ആണ് നടക്കുന്നത്. അപ്പൊ സെയിൽസ് ടീമിന് നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ പോയിട്ട് നിങ്ങൾ പിന്നെ ആദ്യം തന്നെ പോയിട്ട് പിന്നെ കോഴ്സിനെ കുറിച്ചിട്ടോ അതിനെ നിങ്ങൾ ഇങ്ങനെ പറയണമെന്നൊന്നുമല്ല നമ്മൾ ആദ്യം പറയാം. ആദ്യം അവർക്ക് അവരുടെ പൊട്ടൻഷ്യലിനെ തിരിച്ചറിഞ്ഞു കൊടുക്കണം. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾ ആരാണ്, നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമോ, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, അങ്ങനെ അവരെ തന്നെ ഒന്ന് തിരിച്ചറിയിപ്പിക്കണം നമ്മൾ ആദ്യം. അതാണ് നോളജ് എന്ന് പറയുന്നത്. നോളജിൽ പെടുന്ന ഒരു കാര്യമാണ്. എന്നിട്ടേ നമ്മൾ എനിക്കിത് പറ്റുന്നതാണെങ്കിലല്ലേ ഏറ്റെടുക്കുള്ളൂ. മറ്റേതെന്താണ്? എനിക്ക് പറ്റാത്തൊരു കാര്യം ഞാൻ കേൾക്കുമ്പോൾ എന്തായിരിക്കും എൻ്റെ ഒരു മനോഭാവം? ഞാൻ ആദ്യം വിചാരിക്കുകയാണ് എനിക്കിത് പറ്റൂല. ഒരു 10,000 രൂപയുടെ സെയിൽസ് ക്ലോസ് ചെയ്യണമെന്ന് പറയാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ എന്റെ മൈൻഡ് സെറ്റ് ആദ്യമേ തന്നെ എന്താണ്? ഞാൻ എത്ര വിചാരിച്ചു കഴിഞ്ഞാലും 1000 എത്തുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡിലോ ഇരിക്കുന്ന ഒരാളോട് നമ്മൾ പോയിട്ട് ആദ്യമേ തന്നെ നമുക്ക് നോളജ് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അതിനാണ് നമ്മൾ അവരെ ആദ്യം പാകപ്പെടുത്തുന്നത്. അപ്പൊ അതിലാണ് നമ്മൾ നോളജ് എന്ന് പറയുന്ന ആ ഒരു പിന്നെ കാര്യം നമ്മളെല്ലാം ഉൾപ്പെടുത്തുന്നത്. അപ്പൊ സെയിൽസിൽ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ അവിടെ എന്താണ് പ്രധാനമായിട്ടും ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമുക്ക് അവിടെ കൺവേ ചെയ്യാൻ പറ്റണം അല്ലേ. ഇപ്പോ ജോജോ സാറിന്റെ അവിടെ വരികയാണെങ്കിൽ തന്നെ അവിടെ എന്തൊക്കെയാണ് കോഴ്സ് ഉള്ളത്, ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്താണ്, അതിന്റെ ഡ്യൂറേഷൻ എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം ആ നോളജിൽ പെടും. അപ്പൊ ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം നമ്മൾ അതിൽ കൊടുക്കണം. പക്ഷെ അത് മാത്രം കൊടുത്താൽ പോരാ, മറിച്ച് അതിന്റെ നെക്സ്റ്റ് ലെവലുള്ള ആറ്റിറ്റ്യൂഡ് നെക്സ്റ്റ് ലെവലാണ്. അപ്പൊ നോളജിൽ നമ്മൾ ഇതെല്ലാം കൊടുക്കണം. പിന്നെ അതിന്റെ അടുത്ത ലെവലാണ് എന്ത് പറയുന്നത്? അടുത്ത ലെവൽ എന്നല്ല, ഈ 4 കാര്യങ്ങൾ നമ്മൾ അതിൽ കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആദ്യം കാസയിൽ പെട്ട ആദ്യത്തെ നോളജ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ ജോജി സാറേ? ഓക്കെ. രണ്ടാമത്തത് ആറ്റിറ്റ്യൂഡ്. എന്താണ് ആറ്റിറ്റ്യൂഡ്? ആറ്റിറ്റ്യൂഡ് എന്താണ്? ഒരാൾ പറയോ? ആരാ പറയാ? ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനോഭാവം. മനോഭാവം, അതായത് ആറ്റിറ്റ്യൂഡിന്റെ മലയാളമാണ് മനോഭാവം. അപ്പോ മനോഭാവം എന്താണ്? നമ്മൾ ഓരോ അപ്രോച്ച് എന്ന് പറയും. അതായത് നമ്മൾ ശരിക്കും നമുക്ക് മുമ്പിൽ വരുന്ന ഒരാളോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഇതാണ്. ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം. ഓക്കെ, വേറെ എന്തെങ്കിലും? വേറൊരാള്? എന്താ പറഞ്ഞ? ആറ്റിറ്റ്യൂഡ്. ഓക്കെ. അപ്പോ ബിഹേവിയർ എന്താണ്? ബിഹേവിയർ അത് പെരുമാറ്റം, അതായത് എങ്ങനെ പെരുമാറുന്നു. ഒന്ന് മനോഭാവവും ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനോഭാവവും, ബിഹേവിയർ നമ്മുടെ പെരുമാറ്റവും. അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒരു പ്രോബ്ലം വരുമ്പോ അതിനെ നമ്മൾ എങ്ങനെ നോക്കി കാണുന്നത്, അല്ലെങ്കിൽ എത്തരം സ്ട്രാറ്റജീസ് നമ്മൾ എടുക്കും? നമ്മൾ വീക്ക് ആയിരിക്കുവോ, സ്ട്രോങ് ആയിരിക്കുവോ? ഇതൊക്കെ മനോഭാവത്തിൽ പെടുമെന്ന് തോന്നുന്നു. പെരുമാറ്റത്തിലോ? പെരുമാറ്റത്തിൽ റിഫ്ലക്ട് ചെയ്യുമായിരിക്കും. ഓക്കെ, ഗ്രേറ്റ്. എന്തായാലും സന്തോഷം. നിങ്ങളെ കൊണ്ടൊന്ന് പിന്നെ പറയിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ഇറ്റ്സ് റിലേറ്റഡ്, റൈറ്റ്? ഈ പറഞ്ഞ പോലെ തന്നെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ മനോഭാവമാണ്, ബിഹേവ് എന്ന പെരുമാറ്റമാണ്. അപ്പോ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ്? ഒരാളുടെ ഒരു എന്തിനെ കുറിച്ചിട്ട്, ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചാകാം, അതല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടാകാം, ഒരാളെ കുറിച്ചാകാം, ഒരു പ്ലേസിനെ കുറിച്ചാകാം, ഒക്കെയുള്ള അവരുടെ ഒരു പെർസ്പെക്റ്റീവോ വ്യൂ പോയിന്റ്സോ അവരുടെ ഒരു ഒപ്പീനിയനോ ഒക്കെയുള്ള അവരുടെ ഒരു തോട്ട് പ്രോസസ് ആണ്. ശരിക്കും ഒരു തോട്ട് പ്രോസസ് ആണ്. ഒരു സാധനം കാണുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക്
പിന്നെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, അതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ആറ്റിറ്റ്യൂഡിന്റെ നേരത്തെ പറഞ്ഞ റിഫ്ലക്ഷൻ ആണ് പെരുമാറ്റം എന്ന് പറയുന്നത്. ഒരു ഐസ്ക്രീം കാണുമ്പോൾ, ഒരു ഐസ്ക്രീം, റോസ്ലിൻ മാം ഐസ്ക്രീം കഴിക്കാറുണ്ടോ? കല്യാണത്തിനൊക്കെ കഴിക്കാറുണ്ടോ? ഉണ്ടല്ലേ, ഓക്കെ. ഒരു ഐസ്ക്രീം കാണുമ്പോൾ നമുക്ക് എന്താണ് ഐസ്ക്രീമിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്? ഒരു ഐസ്ക്രീം കാണുമ്പോൾ അതിനോടുള്ള ഒരു മനോഭാവം എന്താണ്? കഴിക്കണം, നല്ല സാധനം എന്നാണോ അതല്ലെങ്കിൽ അത് ബാഡ് വൺ എന്നാണോ തോന്നാറുള്ളത്? നല്ലതാണെന്ന് തോന്നുന്നു അല്ലെ? ഗ്രേറ്റ്. എന്നാൽ ചില ആളുകൾക്ക് അത് നല്ലതായിട്ട് തോന്നില്ല. അങ്ങനെ നല്ലതല്ലാതെ തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? എനിക്ക് ഐസ്ക്രീം കഴിച്ചാൽ തലവേദന എടുക്കും സാറേ, വേറെ ഞാൻ ഐസ്ക്രീം കഴിക്കാറില്ല. തലവേദന എടുക്കണ കാരണം കഴിക്കാറില്ല. ഐസ്ക്രീം കഴിക്കാറില്ല, ഐസ്ക്രീം കഴിച്ച അപ്പൊ തന്നെ തലവേദന എടുക്കും. ഓക്കെ 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 ഓക്കെ. അപ്പൊ രണ്ട് പെർസ്പെക്റ്റീവ് ഉള്ള ആളുകൾ ഉണ്ടാകും. എന്താണ്, ഇതിന് ഐസ്ക്രീം കഴിക്കണം എന്നുള്ള ആൾക്കാരുണ്ടാവും, കഴിക്കണ്ട, അത് വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരും ഉണ്ടാവും. എന്നാൽ ബിഹേവിയർ ഇതിനെ റിഫ്ലക്ഷൻ ആയിട്ട് തന്നെ വന്നോളണമെന്നില്ല. അപ്പൊ നല്ലതാണെന്ന് തോന്നുന്ന ഒരാൾ എന്തായാലും പോയി കഴിക്കും അല്ലേ? കഴിക്കില്ലേ? നല്ലതാണെന്ന്. എന്നാൽ ഇത് ചീത്തയാണെന്ന് കരുതുന്ന ഒരാൾ ഒഴിവാക്കിക്കൊള്ളണം നിർബന്ധമില്ല. ആളും പോയി ചിലപ്പോൾ കഴിക്കും. എനിക്ക് തോന്നുകയാണ് എന്താണ്, ഐസ്ക്രീം ചീത്തയാണെന്ന് എനിക്ക് തോന്നുകയാണ്, എൻ്റെ ആറ്റിറ്റ്യൂഡ് അതാണ്. പക്ഷെ ഐസ്ക്രീം കാണുന്ന സമയത്ത് എനിക്ക് എന്താണ്, ഞാൻ ചിലപ്പോൾ അത് പോയി കഴിക്കും. കഴിക്കുമ്പോൾ എനിക്ക് എന്തുണ്ടാവും, കൊഗ്നിറ്റീവ് ഡിസോനൻസ്. അതാ വെച്ചാൽ ഇത് ഞാൻ കഴിക്കാൻ പാടില്ലാത്ത സാധനമാണെന്നുള്ള ഒരു ഗിൽറ്റോ അങ്ങനെ, അല്ലെങ്കിൽ അതിനൊരു അൺകംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം ചെയ്യണ സമയത്ത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വേറെ ആയിരിക്കും, ബട്ട് ബിഹേവിയർ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ചില സമയത്ത്. പല കാര്യങ്ങളിലും ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ പല കാര്യങ്ങളിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ഇതിപ്പോ നേരത്തെ കിടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. നേരത്തെ കിടക്കണം എന്നായിരിക്കും നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡോ അതല്ലെങ്കിൽ അതിനോടുള്ള ഒരു സമീപനം. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താണ്, ചിലപ്പോൾ കുറേ ബിഹേവിയർ ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും. അപ്പോ അതിന്റെ ഉള്ളിൽ നമുക്ക് തന്നെ ഒരു ഫീൽ ഇത് വരും. എന്താണ്, കൊഗ്നിറ്റീവ് ഒരു ഒപ്പോസിഷൻ വരും. എന്ത്, നമ്മളെ മൈൻഡിനുള്ളിൽ ഉണ്ടാവും, എന്ത്, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, എന്നാലും നമ്മൾ എന്താണ് അതിന്റെ ഇങ്ങനെ കൂടെ പോകും. അപ്പോ ഈ ആറ്റിറ്റ്യൂഡില് ശരിക്കും നല്ല പണി നമുക്ക് കൊടുക്കാൻ പറ്റണം. അതാണ് ട്രെയിനിങ്. ആറ്റിറ്റ്യൂഡില് നല്ല വർക്ക് നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പൊ അവിടെ അവരുടെ വ്യൂ പോയിന്റ് ആയിട്ട് അവരുടെ പേഴ്സ്പെക്റ്റീവ്, അവരുടെ ചിന്താമണ്ഡലങ്ങളിൽ എന്താണ് നമുക്ക് നല്ല വർക്ക് നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റണം. അതാണ് ആറ്റിറ്റ്യൂഡിൽ വർക്കിംഗ് വരുന്നത് കേട്ടോ. കാരണം ആ ആറ്റിറ്റ്യൂഡിൽ വർക്കിംഗ് വന്നു കഴിഞ്ഞാൽ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആക്ഷൻ ലെവലിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർ ആറ്റിറ്റ്യൂഡിൽ തന്നെ നമ്മൾ കളിക്കണം. ഇനി അടുത്തതാണ് സ്കിൽസ് എന്ന് പറയുന്നത് അല്ലെ. കാസയിൽ നോളജ് പറഞ്ഞു, ആറ്റിറ്റ്യൂഡ് പറഞ്ഞു, സ്കിൽസ് പറഞ്ഞു. അപ്പോ സ്കിൽസിലേക്ക് വരുന്ന സമയത്ത് ഒബിയസ്ലി നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ അവരുടെ ആ വെർബൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ അല്ലെ ഇംപ്രൂവ് ചെയ്യേണ്ട ആ ഒരു എബിലിറ്റീസിനെ നമുക്ക് എന്താണ് അവിടെ ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് അവിടെ സാധിക്കണം. അപ്പോ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അവരുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ, അവരുടെ ആ പ്രോസസ്സിൽ നമുക്ക് ആ സ്കിൽ ഡെവലപ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പൊ എന്ത് സ്കില്ലാണോ ആവശ്യമുള്ളത്, നിങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ് ആ ട്രെയിനീസിന് ആ എന്ത് സ്കില്ലാണോ അവിടെ ആവശ്യമുള്ളത് ആ സ്കില്ലിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ നമുക്കത് പകർന്നു കൊടുക്കാൻ പറ്റണം. നേരത്തെ പറഞ്ഞ ഒരു സെയിൽസ് ടീമിന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ലിസണിങ് സ്കില്ല് വേണം അല്ലേ,
ക്വസ്റ്റ്യനിങ് സ്കില്ല് വേണം. അതേപോലെ തന്നെ ഇമ്മീഡിയറ്റ് റിപ്ലൈ, അല്ലെ, റെസ്പോൺസീവ്, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ സ്കില്ലാണോ ആ ഒരു ട്രെയിനിങ്ങിന്, ഒരുപാട് സാധനങ്ങളല്ല കൊടുക്കേണ്ടത്, ആ ഒരു പെർട്ടിക്കുലർ ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ എന്താണോ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ആ സ്കില്ലുകൾ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ സെയിൽസ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. മറ്റ് നിങ്ങൾ ഏത് ട്രെയിനിങ്ങിനാണോ പോകുന്നത് ആ ട്രെയിനിങ്ങിന് നിങ്ങൾ കൊടുക്കേണ്ട സാധനങ്ങളെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഈ സ്കിൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്കതിൽ ഉറപ്പുവരുത്താൻ പറ്റണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ആസ്പിരേഷൻസ്. അവർക്ക് എന്താണ്, അവർക്കൊരു ഹോപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റണം. അവർക്ക് നല്ലൊരു ഡിസയർ നമുക്ക് കൊടുക്കാൻ പറ്റണം. അവർക്ക് ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു 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 പ്രേരണയും അവരെ അതിന്റെ ഒരു അതിതീവ്രമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കിലേക്ക് അവരെ എത്തിക്കാനുള്ള രീതിയിലേക്ക് നമുക്ക് അവരെ പരിവർത്തനം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹത്തിലേക്കും അതിന്റെ ഒരു മുന്നോട്ട് പോക്കിലേക്കുമുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് അവരെ എത്തിക്കാൻ പറ്റണം. ഒരു മീനിങ് പ്രാക്ടീസിലേക്ക്, അല്ലെ, ആ പ്രാക്ടീസിലേക്കും കൺസിസ്റ്റൻസിയിലേക്കും ആക്ഷനിലേക്കും നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റണം. അങ്ങനെ ഒരു ആക്ഷനിലേക്ക് കൂടി നമുക്ക് എത്തിക്കാൻ പറ്റുമ്പോഴാണ് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഔട്ട്കം, ഒരു റിസൾട്ട് നമുക്ക് അതിലൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ട്രെയിനീസിന്റെ നോളജിൽ നമുക്ക് ഇടപെടാൻ പറ്റണം, ആറ്റിറ്റ്യൂഡിൽ നമുക്ക് ഇടപെടാൻ പറ്റണം, അവരുടെ സ്കില്ലിൽ ഇടപെടാൻ പറ്റണം, അവരുടെ ആസ്പിരേഷൻസിൽ ഇടപെടാൻ പറ്റണം. ഇത് നമുക്കൊരു മണിക്കൂറിന്റെ സെഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റൂല, അല്ലെ? ഇത്രയും കാര്യങ്ങൾ പറ്റുമോ? അപ്പോ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങൾ കൂടി സംഭവിക്കുമ്പോൾ മാത്രമാണ് അതിന് നമുക്ക് ട്രെയിനിങ് എന്ന് പറയാൻ പറ്റുക. കേവലം ഒരു സ്ഥലത്ത് വന്നൊരു സ്പീച്ച് നടത്തി അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കറെ പോലെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു പോവുക എന്നതിനേക്കാൾ അപ്പുറത്ത് ഈ 4 കാര്യങ്ങൾ അവര് ഇംപ്ലിമെന്റ് ചെയ്ത് അവരിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, മറ്റൊരു മനുഷ്യനായിട്ട് അവർ മാറും. അവര് മറ്റൊരു മനുഷ്യനായിട്ട് ഞാൻ ആരാണെന്ന് തിരിച്ചറിയുകയും അതിനുശേഷം എനിക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്ന് തിരിച്ചറിയുകയും അതിനെ ഏത് രീതിയിലാണ് ഞാൻ നേടിയെടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുകയും അതിനെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ഒപ്പം തന്നെ എൻ്റെ മനസ്സിലൊരു ആംബിഷൻ ഉണ്ടാക്കുകയും ഒരു മനോഹരമായിട്ടുള്ള പ്രതീക്ഷ ഉണ്ടാക്കുകയും ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എന്നെ പരിവർത്തിപ്പിക്കുകയും ചെയ്ത ശേഷമായിരിക്കും ഒരു ട്രെയിനിങ് പര്യവസാനിക്കുക. അപ്പൊ നമ്മളുടെ മൊഡ്യൂൾ സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു ട്രെയിനിങ്ങിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴും ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ എപ്പോഴും ഒരു ട്രെയിനിങ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, സംശയമല്ല, നമ്മളിപ്പോ ഈ പറഞ്ഞ നമ്മൾ ഓരോരുത്തരെ ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ നമ്മളുടെ മുമ്പിലിരിക്കുന്ന ട്രെയിനീസിന്റെ നോളജ് അല്ല, അവരെ അങ്ങനത്തെ ആക്ടിവിറ്റികളോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വർക്ക്ഷോപ്പുകളോ കാര്യങ്ങളോ ഉണ്ടോ? എങ്ങനെയായിരുന്നു സാറേ? ഞാൻ പറഞ്ഞപ്പോ നമ്മളുടെ മുമ്പിലിരിക്കുന്ന ട്രെയിനീസിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമല്ലോ. അതിന് അവരെ മനസ്സിലാക്കാനും എന്തെങ്കിലും ആക്ടിവിറ്റികൾ ഉണ്ടോന്ന്, എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ച് അതിന്റെ ഉത്തരങ്ങൾ കിട്ടുമ്പോൾ അവരുടെ ഞാൻ പണ്ടൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോൾ സെയിൽസില് പീകോക്ക്, ഈ പറഞ്ഞ അങ്ങനെ ഒരു 4 ടൈപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പം ഇവർ കുറെ ചോദ്യങ്ങൾ ഫില്ല് ചെയ്യാൻ പറയും, ഇത്ര പോയിന്റ് കൊടുക്കാൻ പറയും, ഇത്ര പോയിന്റ് കിട്ടുന്ന ആളുടെ ബിഹേവിയർ ഇതാണ്. സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു. അപ്പം ശരിക്കും ആ ക്വസ്റ്റ്യനെയർ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഡിയ കറക്റ്റാ.
സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നവര്, അഗ്രസീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നവര്, ഈ ഒട്ടകം, അങ്ങനെ പല ടൈപ്പ്, ഒരു 4 കാറ്റഗറി ആളുകൾ. അങ്ങനത്തെ എന്തെങ്കിലും വർക്ക്ഷോപ്പുകൾ ഉണ്ടോ? അല്ലെങ്കിൽ ഉണ്ട് അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യനറുകൾ അവൈലബിൾ ആണ്. ആ മനസ്സിലായില്ലേ? അതായത് പേഴ്സണാലിറ്റിയെ തിരിച്ചറിയാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനറുകൾ അവൈലബിൾ ആണ്. അപ്പൊ അത് നമ്മൾ എന്താണ്, നമ്മളത് അവർക്ക് കൊടുക്കുകയും അതിനുശേഷം അത് അത് റിലേറ്റഡ് ടു എന്താണ്, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എക്സാമിന് കുട്ടികൾക്ക് എടുക്കാൻ പോകുന്ന സമയത്ത് ലേണിംഗ് സ്റ്റൈൽസ് അല്ലെ, ഓരോ കുട്ടികൾക്ക് ഓരോ സ്റ്റൈൽ ഉണ്ടാവും. ചില വിഷ്വൽ ആയിരിക്കും, ഓഡിറ്ററി ആയിരിക്കും അല്ലെ, കണ്ടു പഠിക്കുന്നവര്, കേട്ടു പഠിക്കുന്നവര്, ചെയ്തു പഠിക്കുന്നവര്, അതേപോലെ തന്നെ വായിച്ചും എഴുതിയും പഠിക്കുന്നവര്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യനർ നമ്മൾ കൊടുത്തിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ അതിന് മാർക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട് ഇതിൽ പ്രൈമറി ആയിട്ട് നിൽക്കുന്നത് എന്താണ് എന്ന് നമുക്ക് എന്താണ് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ എന്ത് ട്രെയിനിങ് ആണോ നമ്മൾ കൊടുക്കുന്നത് അതിനനുസൃതമായിട്ടുള്ള ഒരു ടൂള് നമ്മളെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ടൂളും ഉണ്ടാവേണ്ട. അപ്പൊ നമ്മൾ നിഷ് മാർക്കറ്റിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് എന്താണോ വേണ്ടത് ആ ടൂള് നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് ഉപകാരപ്പെടും. സാറേ, അസ്പിറേഷനും ഇൻസ്പിറേഷനും തമ്മിലുള്ള വ്യത്യാസം എന്തോ? എന്തായിരുന്നു? അസ്പിറേഷനും ഇൻസ്പിറേഷനും. ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രചോദനം, ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് അതിന്, അതായത് ഒരാളെ പ്രചോദിപ്പിക്കുക. റിലേറ്റഡ് ആണ്, രണ്ടും റിലേറ്റഡ് തന്നെയാണ്. പക്ഷെ ഒരു ഫീലിംഗ് മാത്രമാണ് ഇൻസ്പിരേഷൻ എന്ന് പറയുന്ന സമയത്ത്. മറ്റേത് എന്ന് പറയുന്ന സമയത്ത് കുറച്ചും കൂടിയും ഒരു അവിടെ ഒരു ഹോപ്പ്, അതല്ലെങ്കിൽ ഒരു ആംബിഷൻ ടു അച്ചീവ് സംതിങ്, മറ്റുള്ള ഒരു സംഭവത്തെ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളതിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു സംഭവത്തെ ആസ്പിരേഷൻ എന്ന് പറയും. മറ്റേതിനെ ഇൻസ്പിരേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു ഫീലിംഗ്, ഒരു സംഭവം ചെയ്യാനുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കുക, ഒരു മെന്റൽ സ്റ്റിമുലേഷൻ എന്ന് മാത്രം നമുക്ക് പറയാം. രണ്ടും ഒരേപോലത്തെ സംഭവം തന്നെ, ബട്ട് കുറച്ചും കൂടിയും ഹയർ ലെവലിൽ നമുക്ക് എന്താണ് ആസ്പിരേഷൻ എന്നുള്ളതാണ്. അതായത് ഇൻസ്പിരേഷനിലൂടെയാണ് ആസ്പിരേഷൻ എത്തുക. അതായത് ഒരാൾ ഇൻസ്പയർഡ് ആകുമ്പോഴാണ് ആസ്പിരേഷൻസിലേക്ക് എത്തുക. പണ്ട് സംസാരം കേട്ടിട്ട് നിങ്ങൾ ഇൻസ്പയർഡ് ആയി, ബട്ട് ആ ഇൻസ്പിരേഷനിൽ നിന്നാണ് നിങ്ങൾ ഒരു സംഭവത്തെ അച്ചീവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് നിങ്ങൾ എത്തുക. അതാണ് ആസ്പിരേഷനും ഇൻസ്പിരേഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇൻസ്പിരേഷൻ ഓട്ടോമാറ്റിക്കലി, പിന്നെ ഇൻസ്പിരേഷനും മോട്ടിവേഷനും ഒക്കെ എവിടെ വേണം? ട്രെയിനിങ്ങിൽ ഉണ്ടാകും, ഒബിയസ്ലി ഉണ്ടാകും. ബട്ട് അതിന്റെ റിസൾട്ട് ആണ് ശരിക്കും ആസ്പിരേഷൻ. സാർ, ഇടയ്ക്കൊരു കോള് വന്നു, അതൊക്കെ